CBSE കോൺവെന്റ് സ്കൂളിൽ പുതുതായി പണിത പാർക്ക് കുട്ടികൾക്ക് തുറന്നുകൊടുത്തു. പാർക്കിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ അജു അലക്സ് നിർവഹിച്ചു. ഇന്ത്യയിലെ RSSും ഇസ്രയേലിലെ സയനിസ്റ്റുകളും ഇരട്ട സന്തതികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസായ CO പൗലോസ് മാസ്റ്റർ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണമാണ് ഇസ്രയേൽ ഇറാനുമേൽ നടത്തിയത്. ഇസ്രയേലിനെതിരെ ലോകത്താകെ വിമർശനം ഉയർന്നുവരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം. ഇതിനവർക്ക് പിൻബലമാകുന്നത് അമേരിക്കയാണ്. ഇറാനെ ആക്രമിച്ചതിൽ ലോകരാജ്യങ്ങളും സംഘടനകളും അപലപിച്ചപ്പോൾ അവിടെ ഇന്ത്യയെ കണ്ടില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുഖം മുഷിയാൻ പാടില്ലെന്ന നിലപാടാണ് BJP സർക്കാരിനും RSSനുമുള്ളത്. BJPയും RSSും വർഗീയതയുടെ വക്താക്കളായിരിക്കെ വർഗീയതയുമായി സമരസപ്പെടുന്ന നിലപാടാണ് കോൺഗ്രസിന്റേതെന്നും പിണറായി ആരോപിച്ചു. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി കൂട്ടുചേർന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്നും വർഗീയതയ്ക്കെതിരെ ജനങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എവിടുന്നാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള ഊർജം ഇസ്രയേലിന് കിട്ടിയത്? അത് അമേരിക്കൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. അതിനെയെല്ലാം അപലപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാവുകയും ഐക്യരാഷ്ട്രസഭ അതിൻ്റെ വേദിയാവുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് ഇസ്രയേലിനുള്ള സമീപനം മാറ്റിയപ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്ന ഇവിടുത്തെ BJP ഗവൺമെൻറ് ഇസ്രയേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലയിലേക്കും അതിൻ്റെ ഭാഗമായുള്ള മറ്റ് ഇടപാടുകളിലേക്ക് കടക്കുന്ന സ്ഥിതിയും വന്നു. തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ചന്ദ്രശേഖരൻ, TV ഹരിദാസ്, M ബാലാജി തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യകാല നേതാക്കളായ PR കറപ്പൻ, MV വിശാലാക്ഷി എന്നിവരെ ആദരിച്ചു. ചിത്രകാരനായ NS സുധീഷ് തയ്യാറാക്കിയ ഉപഹാരം മുഖ്യമന്ത്രിക്ക് കൈമാറി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് മണ്ണുത്തി വടക്കുംചേരി പാതയിൽ മന്ത്രി രാജന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. മേഖലയിൽ മാസങ്ങളായുള്ള വൻ ഗതാഗത കുരുക്കിനെ തുടർന്നായിരുന്നു പരിശോധന. ദേശീയപാത അതോറിറ്റി കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചതെന്ന് പരിശോധനയ്ക്ക് ശേഷം മന്ത്രി പ്രതികരിച്ചു. സർക്കാർ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി പാലിക്കുന്നില്ലെന്നും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണം. IRIB ന്യൂസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു മിസൈൽ ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകർ പരിക്കേറ്റതായും വിവരമുണ്ട്.